അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചേക്കാവുന്ന നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാനാന്തരീക്ഷം വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന ഈ സംഭവത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് നോക്കാം. അമേരിക്കൻ സമയം ചൊവ്വാഴ്ച വൈകിട്ട് 5:45 ജോർദാനിലെ US സൈനിക താവളം ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ മിസൈൽ ആക്രമണത്തിന് പിന്നിൽ എന്ന് US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും അപ്രതീക്ഷിതമായാണ് ഈ ആക്രമണം ഉണ്ടായിരുന്ന സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. എന്നാൽ US സേനയുടെ ഭാഗത്തു നിന്നും അതിവേഗത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. താവളത്തിന് നേരെ വന്ന ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാൻ അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു. ആശ്വാസകരമായ കാര്യം ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. നിലവിൽ US സേന അതീവ ജാഗ്രതയിലാണ്. ഏതടിയന്തര സാഹചര്യവും നേരിടാൻ സൈന്യം പൂർണ്ണമായും സജ്ജമാണെന്ന് സെൻകോം അധികൃതർ അറിയിച്ചു. ഈ ആക്രമണത്തിന് പിന്നിലെ രാഷ്ട്രീയ പശ്ചാത്തലം അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൌസിൽ നിർണായകമായ കൂടിക്കാഴ്ച നടത്തി മണിക്കൂറുകൾക്കു ശേഷമാണ് ഈ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും ഇറാനെതിരെയുള്ള സംയുക്ത തന്ത്രങ്ങളും ചർച്ചയായ ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ താവളത്തിന് നേരെ ആക്രമണമുണ്ടായത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യതകൾ വീണ്ടും ഉയർന്നു വരുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കകം തന്നെയാണ് ഈ പുതിയ സംഭവവികാസം ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇറാനെതിരെ 2 ആഴ്ചയായി തുടർന്നിരുന്ന കനത്ത സൈനിക നീക്കങ്ങൾ US താൽക്കാലികമായി മരവിപ്പിച്ചത്. സൈനിക നടപടികൾ അതിന്റെ പരമാവധി ലക്ഷ്യത്തിലെത്തിയെന്നും ഇനി ആക്രമിക്കാൻ തക്കതായ ലക്ഷ്യകേന്ദ്രങ്ങൾ കുറഞ്ഞു വരികയാണെന്നും സൈനിക ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇതിനിടയിലാണ് തിങ്കളാഴ്ച മറ്റൊരു നിർണായക പ്രസ്താവനയുമായി US പ്രസിഡന്റ് രംഗത്തെത്തിയത്. USഉം ഇറാനും തമ്മിൽ നല്ല രീതിയിലുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാന കരാറിലെത്താൻ വലിയൊരു സാധ്യതയുണ്ടെന്നുമായിരുന്നു ട്രംപ് തിങ്കളാഴ്ച വ്യക്തമാക്കിയത്. എന്നാൽ അതേസമയം തന്നെ ഒരു ശക്തമായ മുന്നറിയിപ്പും ട്രംപ് നൽകിയിരുന്നു. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കം ശക്തമായി പുനരാരംഭിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ജോർദാനിലെ താവളത്തിന് നേരെയും ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും അതിനെ തുടർന്ന് രൂപപ്പെട്ടിരിക്കുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളും മിഡിൽ ഈസ്റ്റ് ചരിത്രത്തിലെ മറ്റൊരു നിർണായക വഴിത്തിരിവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ ചരിത്രപ്രധാനമായ കൂടിക്കാഴ്ചയ്ക്കും ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിനും തൊട്ടു പിന്നാലെയുണ്ടായ ഈ ആക്രമണം മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെ വീണ്ടും ആശങ്കയുടെ മുൾമുനയിലാക്കിയിരിക്കുകയാണ്. ജോർദാനിലെ US താവളത്തിന് നേരെയുണ്ടായ ഈ ആക്രമണം മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അമേരിക്കൻ പ്രതിരോധ വിഭാഗം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വാഷിംഗ്ടണിൽ നിന്നും ടെഹ്റാനിൽ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം. ഈ സംഘർഷം തുടർന്നാൽ അത് മിഡിൽ ഈസ്റ്റിലെ ക്രൂഡ് ഓയിൽ വിപണിയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കും. ചെങ്കടൽ മേഖലയിലെയും ഹോർമുസ് കടലിടുക്കിലെയും കപ്പൽ ഗതാഗതവും സുരക്ഷയും ഇതിനകം തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. USഉം ഇറാനും തമ്മിലുള്ള ശത്രുത അയഞ്ഞില്ലെങ്കിൽ അത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കും പണപ്പെരുപ്പത്തിനും കാരണമായേക്കാം. ചുരുക്കത്തിൽ ജോർദാനിലെ US താവളത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണം കേവലം ഒരു മിസൈൽ തൊടുക്കൽ മാത്രമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ പുതിയ ശക്തിചേരികളുടെയും മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും അടയാളപ്പെടുത്തലാണ്. നയതന്ത്ര ചർച്ചകളുടെ മേശപ്പുറത്തുള്ള സമാധാനാന്തരീക്ഷത്തെ നിമിഷനേരം കൊണ്ട് തകിടം മറിക്കാൻ ഇത്തരം സൈനിക നീക്കങ്ങൾക്ക് സാധിക്കുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കയുടെ ശക്തമായ സൈനിക തിരിച്ചടി ഉണ്ടാകുമോ അതോ നയതന്ത്ര ചർച്ചകൾ വീണ്ടും വഴിമാറി നടക്കുമോ എന്ന ചോദ്യങ്ങൾക്കാണ് വരും ദിവസങ്ങളിൽ ലോകം ഉത്തരം കാത്തിരിക്കുന്നത്. ഇറാൻ US സംഘർഷം ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കപ്പുറം മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിലെ പ്രാദേശിക സംഘർഷങ്ങളിലൂടെയാണ് അരങ്ങേറുന്നത്. യമനിലെ ഹൂതികൾ, ലെബനിലെ ഹിസ്ബുള്ള, ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ സംഘടനകൾ എന്നിവയിലൂടെ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾ മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെ നിരന്തരം അട്ടിമറിക്കുന്നുണ്ട്. ഈ സംഘർഷങ്ങളിൽ താരതമ്യേന നിഷ്പക്ഷത പാലിക്കുകയും സമാധാനാന്തരീക്ഷം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ജോർദാൻ. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ US താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ജോർദാന്റെ ആഭ്യന്തര സുരക്ഷയെയും പരമാധികാരത്തെയും
വ്യാപാരത്തെയും ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. ജോർദാൻ ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുവാനും സാധ്യതയുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഈ സംഭവ വികാസങ്ങളെ അതീവ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്. യുഎസും ഇറാനും തമ്മിലുള്ള പോരാട്ടം കടുത്താൽ അത് തങ്ങളുടെ രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളെയും സാമ്പത്തിക കേന്ദ്രങ്ങളെയും ബാധിക്കുമെന്ന ഭയം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ചർച്ചകളുടെ അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കും. വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയിൽ ഈ വിഷയം പ്രധാന ചർച്ചയായിരുന്നു. ഇറാനെതിരെ കർശന നിലപാട് തുടരണമെന്ന നെതന്യാഹു ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാൻ തങ്ങളുടെ ശക്തി പ്രകടനമായി ജോർദാൻ താവളത്തിന് നേരെ ആക്രമണം നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. ഈ സംഘർഷം കേവലം രാഷ്ട്രീയത്തിനപ്പുറം ആഗോള സമ്പദ് വ്യവസ്ഥയെയും വിപണിയെയും തകിടം മറിക്കാൻ പോകുന്ന ഒന്നാണ്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം മുറുകുമ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഹോർമുസ് കടലിടുക്ക് വഴി ലോകത്തിലേക്ക് പോകുന്ന എണ്ണയുടെ വിതരണം തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ തന്നെ വലിയ ഇന്ധനക്ഷാമത്തിനും പണപ്പെരുപ്പത്തിനും കാരണമാകും. അന്താരാഷ്ട്ര ഓഹരി വിപണികൾ ഇത്തരം യുദ്ധഭീതികളെ വളരെ പെട്ടെന്നാണ് പ്രതിഫലിപ്പിക്കുന്നത്. നിക്ഷേപകർ സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് മാറാൻ തുടങ്ങുന്നത് ആഗോള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കും. അന്താരാഷ്ട്ര സമൂഹം ഏറെ ഉത്കണ്ഠയോടെയും ജാഗ്രതയോടെയും ഉറ്റുനോക്കുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണിത്.